ഇന്ന് ഞാൻ നമ്മുടെ അടുക്കളയിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എളുപ്പത്തിലാക്കാനുള്ള കുറച്ച് സൂത്രങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതറിഞ്ഞു വെച്ചാൽ നമ്മുടെ പണി വളരെ എളുപ്പത്തിലാക്കാൻ പറ്റും, നമ്മുടെ സമയം ലാഭിക്കാം, നമ്മൾ ഹാപ്പിയാവും. കാരണം അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന പണിയാണിത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മാവ് എടുത്താൽ നമ്മൾ അതിൻ്റെ തണുപ്പ് വിടാനായിട്ട് കുറേ സമയം വെക്കാറില്ലേ? ആ തണുപ്പ് പോയതിന് ശേഷമല്ലേ നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുന്നത്. ഇനി മുതൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ തയ്യാറാക്കാനായിട്ട് ആ മാവിലേക്ക് അല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ലേശം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് മാറും, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. കുറേ പേർക്കൊക്കെ ഇത് അറിയാവുന്നതാണ്, അറിയാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മാവെടുത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കാറുണ്ട്, അല്ലെങ്കിൽ ദോശയാവും. ഞാൻ ഇഡ്ഡലി തയ്യാറാക്കാനുള്ള ഒരു എളുപ്പപ്പണിയാണ് പറയുന്നത്. അതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വാഴയില, അല്ല എങ്കിൽ നമ്മൾ സാധാരണ പണ്ടൊക്കെ ചീലാന്തി എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഈ മഞ്ഞൾ, നല്ല വീതിയുള്ള മഞ്ഞളിൻ്റെ ഇലയൊക്കെ കൂവയുടെ ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്ക് സർവ്വസാധാരണയായി കിട്ടുന്നത് വാഴയിലയാണല്ലോ. വാഴയില ഇതിൽ കാണുന്ന പോലെ ചെറിയ പീസുകളാക്കി മുറിച്ച് ഒന്ന് വാട്ടിയെടുക്കണം ഗ്യാസിലോട്ട് വെച്ചിട്ട്. വാട്ടിയെടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ ആകൃതിയിൽ അത്ര വലിപ്പത്തിൽ പീസാക്കി മുറിച്ച് ഒരല്പം എണ്ണയും കൂടെ തേച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാസറോളിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ടോ ഇത് തട്ടിയിടാം. നമുക്കിത് ചൂടാറുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി വെന്താൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് മറ്റു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, മാറ്റിയിട്ട് നമുക്കിതിൻ്റെ അടിയിലിരിക്കുന്ന ഇല എണ്ണ തേച്ചാണ് വെക്കുന്നതെങ്കിൽ ഇല അതുപോലെ ഒട്ടും ഇഡ്ഡലി അതിൽ പറ്റാതെ എളുപ്പത്തിൽ നമുക്ക് ഇലയിങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല, ഇഡ്ഡലി തട്ടിൽ അല്പം പോലും പറ്റില്ല. നമുക്ക് തട്ട് വൃത്തിയാക്കാനും ഭയങ്കര എളുപ്പമാവും. ആ ഇല എടുത്തിട്ട് നമുക്ക് ഇനി വീണ്ടും ഇഡ്ഡലി വെക്കണമെങ്കിൽ ആ ഇല തന്നെ വെച്ചിട്ട് രണ്ടാമതും നമുക്ക് ആ തട്ടിൽ മാവ് കോരി ഒഴിച്ച് ചുടാവുന്നതാണ്. അപ്പോൾ പാത്രം ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാനും ചൂടോടുകൂടി തന്നെ നമുക്ക് തട്ടിയിട്ട് എടുക്കാനും പറ്റും. വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ് കേട്ടോ. മറ്റൊന്ന് ഞാൻ പറയുന്നത്, ഇനി കുട്ടികൾക്ക് നമ്മൾ ടിഫിൻ ബോക്സ് കൊടുത്തു വിടുമ്പോൾ ഒരു കളർഫുൾ ദോശ കൊടുത്തു വിട്ടാലോ, അവർക്ക് ഭയങ്കര രസമായിരിക്കുമല്ലേ അത് കാണാനൊക്കെ. അതിലേക്ക് ഒരുപാടുമില്ല, നമ്മുടെ വീട്ടിൽ പച്ചക്കറി മേടിക്കുമ്പോൾ അതിൽ കിട്ടുന്നതല്ലേ ഈ ബീറ്റ്റൂട്ട്. അതെല്ലാം നിന്ന് ഒരു കുഞ്ഞ് ബീറ്റ്റൂട്ട് എടുത്ത് ചെറിയ പീസാക്കി നല്ല വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ദോശമാവിലേക്ക് അതും കൂടെ ചേർത്താൽ മതി. ചേർത്ത് നല്ല കളർഫുള്ളായി വരും. കളർഫുള്ളായി വന്നിട്ട് നമുക്ക് സാധാരണ പോലെ ദോശ ചുട്ടെടുക്കാം. അത് തട്ട് ദോശ പോലെ ആയിട്ടും ചുടാം, അല്ല നമുക്ക് വലിയ പരന്ന ഫ്രൈ ദോശയായിട്ടും ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ എല്ലാം എടുക്കത്തില്ലല്ലോ മാവിലേക്ക്, അതിൽ കുറച്ച് ബാക്കി വരും. അതുകൊണ്ട് നമുക്ക് ഈ ദോശയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെ തയ്യാറാക്കാം. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ഇതേപോലെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കാം. പിന്നെ കുട്ടികൾക്ക് തയ്യാറാക്കുമ്പോൾ അതിൽ ഒരല്പം നെയ്യും കൂടെ ചേർത്തോളൂ. വളരെ ടേസ്റ്റി ആയിരിക്കും. ദോശ ചുടുമ്പോൾ നല്ല മണവുമായിരിക്കും. ഈ ബീറ്റ്റൂട്ടിൻ്റെ പച്ച ചുവയോ അതൊന്നും ഇതിൽ കിട്ടത്തില്ല കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നതാണ്. അത് തയ്യാറാക്കി വെച്ചാൽ കളർഫുൾ ആവുന്നതുകൊണ്ട് കുട്ടികൾക്കൊരു കൗതുകമായി ദോശ കാണുമ്പോൾ. അതുകൊണ്ട് അവർ എന്തായാലും ഇത് കഴിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിത് തട്ടുദോശയായിട്ടും ഫ്രൈ ദോശയായിട്ടും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അത് കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് തയ്യാറാക്കാം. നോക്കി കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, കളർഫുള്ളായ ദോശ തയ്യാറായില്ലേ. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നാറില്ലേ ഇത് ഈ രീതിയിലിരിക്കുന്ന കാണുമ്പോൾ. ഇനി ഇത് നമ്മൾ ചെയ്തതിൽ കുറച്ച് അരച്ച് ബീറ്റ്റൂട്ട് ബാക്കിയില്ലേ, അതിന് നമുക്കൊരു കറി തയ്യാറാക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് അല്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് മൂപ്പിക്കാം. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ ഒരു സവാള അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരുമല്ലോ. അതിന് ശേഷം അത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചേക്കുന്ന ആ ബാക്കിയുള്ള ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ച ചുവയൊക്കെ മാറ്റി വേവിച്ചെടുക്കണം. അത് വെന്ത് വരാനായിട്ട് നമുക്കതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ഒരല്പം പെരുംജീരകവും ചേർത്ത് കുറച്ച് കശുവണ്ടി പരിപ്പ് കൈവശം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതുകൂടെ ചേർത്താൽ കുട്ടികൾക്കാവുന്നതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും.
ഞാനിപ്പോൾ ചേർത്ത പട്ടയാണ്. അത് അല്പം പട്ട കൂടെ ചേർത്തിട്ട് കൈവശം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ പെരുംജീരകം ചേർത്താലും മതി. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ട മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആ അരപ്പ് കൂടി ഇതിലോടൊപ്പം ചേർത്ത് ഇളക്കിയെടുത്ത് ഗ്രേവിക്ക് അല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ചേർത്തിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുത്താൽ നല്ല ടേസ്റ്റുള്ളൊരു കറി റെഡിയാവും. നല്ല മണത്തിലുള്ള കറി തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇറക്കാൻ സമയത്ത് ഒരല്പം മല്ലിയില കൈവശം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ കറിവേപ്പില ഇട്ടാലും മതി കേട്ടോ. ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി. ടിഫിൻ കൊടുത്തു വിടുമ്പോൾ ഈ ദോശയും വെച്ച് ഈ കറിയും കൂടെ വെച്ച് കൊടുത്തു വിട്ടു നോക്കി. നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ കഴിച്ചോളും. നല്ല ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ. ഇനി അടുത്ത ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളിയൊക്കെ ഒരുപാട് തൊലിക്കേണ്ട, അതായത് അതിൻ്റെ പുറംതൊലി കളയേണ്ട അവസരങ്ങൾ വരില്ല. അച്ചാർ തയ്യാറാക്കാനും ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോഴും ഒക്കെ. അതാകുമ്പോൾ നമുക്ക് കൈകൊണ്ട് നുള്ളി ഇളക്കുമ്പോൾ നമ്മുടെ നഖം വലിക്കും, ഭയങ്കര വേദനയായിരിക്കില്ലേ. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട് കേട്ടോ. ആദ്യം വെളുത്തുള്ളി ചെറിയ അല്ലികളായിട്ട് ഇറുത്തെടുത്തിട്ട് നമ്മളൊരു കവർ എടുക്കണം. കവറിനകത്തേക്ക് ഇടുക. ആ കവറിലേക്ക് ഈ വെളുത്തുള്ളി അല്ലികളെല്ലാം കൂടെ ഇട്ടിട്ട് ചപ്പാത്തി റോളർ വെച്ചോ ഇതുപോലെ ഇടികല്ല് വെച്ചിട്ട് ഒന്ന് തട്ടിയെടുക്കണം. ഇച്ചിരി നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുമ്പോൾ ആ വെളുത്തുള്ളി ആ തോടിൽ നിന്ന് വിട്ട് ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞണക്ക് വരും. ചതഞ്ഞ് പോകില്ല, എന്നാലും തോട് വിട്ട് വരും. അപ്പോൾ നമുക്ക് തട്ടിയിട്ടിട്ട് നല്ല ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ തൊലി നന്നായിട്ട് ഇളക്കിയെടുക്കുക, വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ മുളകൊക്കെ വറുക്കുന്ന അവസരങ്ങൾ വരുമ്പോൾ, മുളക് ചൂടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് തുമ്മാറില്ലേ, ആ മുളകിൻ്റെ മണം വരുമ്പോൾ. ഇനി അത് ഒഴിവാക്കാനായിട്ട് മുളക് വറുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇടൂ. അത് പൊടിയുപ്പായാലും പരലുപ്പായാലും മതി കേട്ടോ. ഇട്ടിട്ടൊന്ന് ചൂടാക്കി നോക്കി. നമ്മൾ തുമ്മത്തേയില്ല, നല്ല സുഖമായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഈ സൂത്രങ്ങൾ അറിഞ്ഞൂടാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചെയ്തു നോക്കണേ ഈ വിദ്യകൾ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.